ഹലോ ഡിയേഴ്സ്, ലവ്ലി ദേവികയുടെ ഒരു പുതിയ കിടിലൻ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സൂപ്പർ കഥയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. കഥ കേൾക്കാൻ പോകുന്ന എല്ലാവരും ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ കഥകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എനിക്ക് ഓരോ പുതിയ കഥയുമായി വരാനുള്ള എൻ്റെ ഊർജം. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഹോട്ട് വേർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. അങ്ങോട്ടേക്ക് വന്നാൽ എല്ലാം നല്ല ഹോട്ടായിട്ട് പറയുന്നത് കേൾക്കുകയും ചെയ്യാം. നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ എന്നാണ് മുഴുവൻ പേര്. അമ്മയുടെ അച്ഛൻ, അതായത് എൻ്റെ മുത്തശ്ശൻ്റെ പേരാണ് എനിക്ക് ഇട്ടിരിക്കുന്നത്. മുത്തശ്ശനോടുള്ള അമ്മയുടെ അധികമായിട്ടുള്ള ആരാധന കാരണം മുത്തശ്ശൻ്റെ പേര് എനിക്കിട്ടു. അതുപോലെ എനിക്കൊരു ചേച്ചിയാണ് കേട്ടോ ഉള്ളത്. മുത്തശ്ശിയുടെ പേര് ചേച്ചിക്കിടാനായിരുന്നു അമ്മയുടെ പ്ലാൻ. ആദ്യം പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അച്ഛൻ്റെ അമ്മയുടെ പേരിടണമെന്നായി അച്ഛൻ. അങ്ങനെ രണ്ടാളും തർക്കിച്ചു കേട്ടോ. ഒടുവിൽ ജയിച്ചത് അച്ഛനായിരുന്നു. അങ്ങനെ അച്ഛൻ്റെ അമ്മയുടെ പേരായ രേഖ എന്ന പേരാണ് എൻ്റെ ചേച്ചിക്ക് ഇട്ടിരുന്നത്. രണ്ടാമത്തെ കുട്ടി ആണായപ്പോൾ ഇത്തവണ ഊഴം അമ്മയുടേതായി. അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ പേരായ ഉണ്ണികൃഷ്ണൻ എന്ന പേര് എനിക്കും ഇട്ടു. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ ഞങ്ങളുടെ ഫാമിലി. രേഖേച്ചിയും ഞാനും തമ്മിൽ ഒരു 6 വയസ്സിൻ്റെ വ്യത്യാസം കാണും. അല്പം ലേറ്റായിട്ടാണ് ഞാൻ ഉണ്ടായത്. പക്ഷേ അവർക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അറിയേണ്ടി വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും ചേച്ചി നോക്കുമായിരുന്നു. എൻ്റെ ചേച്ചിക്ക് ആ ഒരു വാത്സല്യവും സ്നേഹവും എന്നോടുണ്ടായിരുന്നു. എത്ര പെട്ടെന്നാണ് കാലം പോയി മറിഞ്ഞത്. അവൾക്കിപ്പോൾ 2 കുട്ടികളായി കേട്ടോ. 2 ആൺകുട്ടികൾ, 2 കുട്ടിക്കുറുമ്പന്മാർ. മൂത്തവൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇളയവൻ ഒരു 3 വയസ്സ് കാണും. രണ്ടുപേരും മഹാവികൃതികളാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്. ആരാണ് പറഞ്ഞത് ഒരു പ്രസവം കഴിഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ അങ്ങ് ഉടഞ്ഞു പോകുമെന്ന്? ഒരിക്കലുമില്ല. അതൊക്കെ വെറുതെയാ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ. ഒരു പ്രസവം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ അങ്ങോട്ടൊന്ന് തുടുക്കും. രണ്ടാമത്തേതും കൂടി ആയാലോ പിന്നെ അങ്ങോട്ടൊന്ന് കൊഴുക്കും. ഇപ്പോൾ ആ 2ാമത്തെ സ്റ്റേജിലാണ് എൻ്റെ രേഖേച്ചി ഉള്ളത്. നന്നേ മെലിഞ്ഞിട്ടായിരുന്നു. ആദ്യത്തെ ആ തുടുപ്പ് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി. 2ാമത്തെ പ്രസവം കഴിഞ്ഞപ്പോൾ ആ കൊഴുപ്പാണ് എനിക്ക് സ്വൈര്യം തരാത്തത്. ചേച്ചിയോട് അടങ്ങിയാൽ തീരാത്ത ആഗ്രഹമാണ് എനിക്ക്. അതിൽ വേറെ ഒരു ഉദ്ദേശമോ ആസക്തിയോ ഒന്നും ഇല്ല കേട്ടോ. വെറും പ്രണയമാണ്. പ്രണയമെന്ന് പറഞ്ഞാൽ നല്ല തീവ്രമായ പ്രണയം. ശരിക്കും അതൊന്നും നല്ലതല്ല എന്നും പ്രകൃതിയിൽ ദോഷമാണെന്നുമൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ സ്വന്തം വീട്ടിലുള്ളവരെ തന്നെ ഒന്ന് പ്രണയിച്ചു നോക്കൂ. നമുക്ക് വല്ലാത്തൊരു ത്രില്ല് തരുന്നൊരു വികാരം തന്നെയാണത്. രേഖേച്ചിയോട് എപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു ഇഷ്ടം തുടങ്ങിയതെന്ന് നല്ല നിശ്ചയമില്ല. പക്ഷെ ചെറുപ്പത്തിൽ എനിക്കും 4-5 വയസ്സുള്ള സമയത്ത് തന്നെ ചേച്ചിയുടെ നെഞ്ചിലുള്ള ഒരു കാക്കപ്പുള്ളി എന്നെ ആകർഷിച്ചിരുന്നു. ചേച്ചി ഉറങ്ങുന്നതിനിടയിൽ വിറയ്ക്കുന്ന കൈകളോടെ ഞാനതിൽ തൊടാൻ നോക്കിയത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് അവൾ എന്നെ തള്ളി മാറ്റി. ഉറക്കത്തിൽ ഞെട്ടിപ്പോയിരുന്നു പാവം. പേടിച്ച് എന്നെ ഒരുപാട് അടിച്ചു, നിലവിളിച്ചു. അമ്മയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത കുറ്റബോധമായി. ആ കാര്യം മാത്രം ചെയ്യരുത്, എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ആ വിഷമവും നിലവിളിയും കണ്ടിട്ടാവും പാവം അവളുടെ മനസ്സലിഞ്ഞു. മേലിൽ ഇതൊന്നും ആവർത്തിക്കരുത്, നിന്നെ ശരിയാക്കും ഞാൻ. നിനക്ക് എല്ലാ സ്വാതന്ത്ര്യവും തന്നതിൻ്റെ ഇതൊക്കെ. കുഞ്ഞാണെന്ന് വെച്ച് ലാളിച്ചു ഞങ്ങള്, അതാ ചെയ്ത തെറ്റ്. അവളുടെ ഓരോ വാക്കും എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു. ആ ദിവസം കരഞ്ഞതിന് കയ്യും കണക്കുമില്ല. ഞാൻ വലുതാവുന്നതിനൊപ്പം എനിക്ക് അവളോടുള്ള ആ ഇഷ്ടവും കൂടിക്കൂടി വന്നു. ഇപ്പോൾ ഇതാ ഭർത്താവിൻ്റെ ഒപ്പം കല്യാണം കഴിഞ്ഞ് അവൾ അമ്മായിയമ്മയുടെ അടുത്ത് തന്നെ ആയിരുന്നു. അതിനിടയിൽ പുള്ളിക്കാരി അല്പം സീനാണേ. അമ്മായിയമ്മ നല്ല രീതിയിൽ തന്നെ അവളുടെ അടുത്ത് പോരെടുക്കും. അളിയനാള് തീരെ മോശമൊന്നുമല്ല. അതുകൊണ്ടെന്താ
ആദ്യത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ അവർ മാറി താമസിക്കാൻ തുടങ്ങി. ജീവിതത്തിൽ എനിക്ക് ഇത്രയും അസൂയ തോന്നിയിട്ടുള്ള ഒരാൾ അതെന്റെ അളിയൻ തന്നെയാണ്. എന്റെ ചേച്ചിയെ കിട്ടിയില്ലേ, ഭാഗ്യവാൻ. എനിക്ക് ആ ഒരു കാര്യത്തിൽ മാത്രമേ അവളോട് സങ്കടമുള്ളൂ. അളിയന് സ്വന്തമായി പോയി അവൾ. ഇപ്പോൾ അമ്മായിയമ്മയുടെ പോരൊക്കെ ഒതുങ്ങിയിട്ടുണ്ട് നന്നായി. മാറി താമസിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് അവള് നല്ല ഹാപ്പിയായി. ഇപ്പോ വീട്ടിലേക്ക് വരാൻ പോവുകയാണ് ചേച്ചിയും കുട്ടികളും. വെക്കേഷൻ ആയില്ലേ, ഇനി ആ കുട്ടിക്കുരിപ്പുകൾ ഒരാഴ്ചത്തേക്ക് എൻ്റെ വീട്ടിലുണ്ടാവും. ഭയങ്കര സന്തോഷമാണ് അവർ വരുമ്പോൾ. എൻ്റെ ദേഹത്തുനിന്ന് മാറില്ല അവന്മാർ. അണ്ണൻ കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്ന് ഒരാൾ തലയിലും ഒരാൾ മുതുകത്തുമൊക്കെയായി ഇങ്ങനെ നടക്കും. മാമ മാമ എന്ന് വിളിച്ച് സ്വൈര്യം തരില്ല. ഈ സമയം അത്രയും എനിക്ക് അവളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അവന്മാരുടെ ആ കളികളും തമാശയും ഞാൻ മനസ്സ് നിറഞ്ഞ് ആഗ്രഹിക്കാറുണ്ട്. എന്നെപ്പറ്റി പറഞ്ഞില്ലല്ലോ. ഉണ്ണികൃഷ്ണൻ എന്നാണ് മുഴുവൻ പേരെങ്കിലും ഉണ്ണിയെന്നാണ് എന്നെ എല്ലാവരും വിളിക്കുന്നത്. എല്ലാവരും വിളിക്കുന്നത് പോലെ അല്ല കേട്ടോ. രേഖിച്ച് വിളിക്കുന്ന ഉണ്ണി എന്നുള്ള വിളിക്കൊരു പ്രത്യേക രസമാണ്. ആവർത്തിച്ച് ആ വിളി കേൾക്കാൻ വേണ്ടി ഇടയ്ക്ക് അവൾ വിളിച്ചാലും ഞാൻ കേൾക്കാത്ത മട്ടിൽ തിരിഞ്ഞിരിക്കും. അതൊക്കെ ഒരു കാലം. ഇപ്പോൾ ഞാൻ ജോലി കിട്ടിയിട്ട് നാട്ടിൽ തന്നെയാണ്. ഗവൺമെന്റ് സർവീസിൽ തന്നെയാ. അത്യാവശ്യം നല്ല റാങ്ക് ഉള്ളത് കൊണ്ട് നാട്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് വയസ്സ് ഏതാണ്ട് 27. ഈ 27 വയസ്സിനുള്ളിൽ എനിക്ക് കല്യാണമെന്ന് നോക്കിയിട്ടില്ലേന്ന് നിങ്ങൾ വിചാരിക്കും. ഒരുപാടായി നോക്കുന്നു. അമ്മയ്ക്ക് ഇഷ്ടംപോലെ ആലോചന കൊണ്ടുവരാനാണ് ഏത് നേരവും സമയം. എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിന് പിടിക്കുന്നില്ല. അമ്മയ്ക്കറിയില്ലല്ലോ അമ്മയുടെ സ്വന്തം മോള് തന്നെയാണ് എൻ്റെ മനസ്സിൽ കുടിൽ കെട്ടി താമസിക്കുന്നതെന്ന്. രേഖേച്ചിയുടെ മുഖച്ചായിയോ അതുപോലെയുള്ള ഗുണങ്ങളോ എന്തെങ്കിലും ഉള്ളൊരു പെണ്ണിനെ അല്ലാതെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് കല്യാണാലോചന എല്ലാം തള്ളി നീക്കാൻ ഞാൻ കുറച്ചധികം കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛൻ മരിച്ചിട്ട് ഏതാണ്ട് 8 വർഷത്തോളമായി. അമ്മ തന്നെയാണ് ഞങ്ങളുടെ വീടിന്റെ നെടുന്തൂൺ. പറഞ്ഞു സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഈ 27 വയസ്സിന്റെ എല്ലാ മൂപ്പും എനിക്കുണ്ട് കേട്ടോ. മാനസികമായും ശാരീരികമായും. ഇരുനിറമാണ്. നല്ല ഉറച്ച ബോഡി. പണ്ട് ജിമ്മിൽ സ്ഥിരമായി പോകുമായിരുന്നു. ഇപ്പോൾ വർക്കൗട്ടും കസരത്തുകളുമൊക്കെ വീട്ടിൽ തന്നെ ആക്കി. പുറത്തു പോകാൻ ഏതാണ്ട് സമയക്കുറവുണ്ട്. അതാണ് പ്രശ്നം. പിന്നെ ഷർട്ടിടാതെയൊക്കെ ആയിരുന്നു പണ്ട് വീട്ടിൽ നടന്നിരുന്നത്. ചേച്ചിക്കൊരു പ്രായമായപ്പോൾ അമ്മ ഷർട്ടിടാതെ നടക്കാൻ എന്നെ സമ്മതിക്കാതെയായി. ഉണ്ണി, നിനക്ക് ഷർട്ടിട്ടാൽ എന്താ? എത്ര ടീഷർട്ട് വാങ്ങി വെച്ചിരിക്കുന്നു. അതൊക്കെ ഇട്ടുകൊണ്ട് മാത്രം ഇനി ഇവിടെ നടന്നാൽ മതി. അമ്മയുടെ അത് വെറും ഒരു സംസാരമല്ല, ഒരാജ്ഞ തന്നെയായിരുന്നു. ഷർട്ടുമിട്ട് മുണ്ടുമുടുത്തുമാണ് പിന്നെ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ മുണ്ടിന് പകരം ഇടയ്ക്ക് ഷോർട്സും പാൻറ്റുമൊക്കെ കടന്നു കയറും. മുണ്ടുടുക്കുന്നതാണ് എനിക്കിഷ്ടം. കാറ്റ് കയറുമല്ലോ. പറഞ്ഞ് സമയം പോയി. അവരെത്താറായെന്ന് തോന്നുന്നു. മുറ്റത്ത് വണ്ടി വന്ന് നിൽക്കുന്നുണ്ട്. ആ വരുന്ന ഓട്ടോയിൽ നിന്ന് രേഖിച്ചാണ് ആദ്യം ഇറങ്ങിയത്. കയ്യിലുണ്ട് ഇളയവൻ. മൂത്തവൻ എന്താ ചേച്ചിയുടെ പിന്നാലെ ചാടി ഇറങ്ങി ഓടി വരുന്നു. മാമ എന്ന് പറഞ്ഞ് നേരെ എൻ്റെ അടുത്തേക്കാണ് ഓട്ടം. അവനെ വാരിയെടുത്ത് ഞാൻ ഒരുപാട് ഉമ്മ കൊടുത്തു. എത്ര കാലമായി കുഞ്ഞിനെ കണ്ടിട്ട്. മാമന്റെ അടുത്തേക്ക് എന്താ ഇത്ര നാളും വരാതിരുന്നത്? അത് ശരി, മാമൻ അങ്ങോട്ടും വരായിരുന്നല്ലോ. എടാ കള്ള, ഇതൊക്കെ നിന്റെ അമ്മ പഠിപ്പിച്ചതാണോ? അവന്റെ കവളത്ത് നുള്ളിക്കൊണ്ട് അവനെ ഞാൻ താഴേക്ക് നിർത്തി. ഇനി അതെല്ലാം കൂടെ എന്നോട് പറഞ്ഞോ ഞാൻ പഠിപ്പിച്ചു എന്ന്? രേഖിച്ചാണ്. ഒന്ന് പോടി. അവളെ കൊഞ്ഞനം കുത്തി കാണിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറി, ഇളയ മോനെയും എടുത്തുകൊണ്ട്. ഒരു സാരിയാണ് വേഷം. നല്ല പച്ചയും മഞ്ഞയും നിറത്തിലെ ഡിസൈൻസ് ഉള്ള സാരി. ഇവൾ സാരി ഉടുത്തു കഴിഞ്ഞാൽ പിന്നെ തട്ടത്തിൻ മറയത്തിലെ നിവിൻപോളി പറയുന്നത് പോലെ ചുറ്റിനുള്ളതൊന്നും എനിക്ക് കാണാൻ പറ്റില്ല. അവളുടെ പിറകെ തന്നെ ചുറ്റിപ്പറ്റി അല്പസമയം നടന്നു. അല്ല, നീ ഇന്ന് പോയില്ലേ? ഇല്ല. എന്തു പറ്റി? നീയും കുഞ്ഞുങ്ങളും വരുമ്പോ ഞാൻ എങ്ങനെയാ ജോലിക്ക് പോവാ? ലീവ് എടുക്കാമെന്ന് വെച്ചു. അവളുടെ മുഖത്ത് സംതൃപ്തിയുടെ ഒരു ചിരി ഞാൻ കണ്ടു. അല്ലെങ്കിലും കെട്ടിച്ചുവിട്ട പെൺകുട്ടികൾക്ക് നമ്മൾ വീട്ടിലുള്ളവർ ഈ പരിഗണന കൊടുത്ത്
അവർക്ക് വേണ്ടി കാത്തു നിൽക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് അവർക്ക് ഉണ്ടാവുന്നതല്ലേ. അതുകൊണ്ടാവും അവൾ അത്രയും നിറഞ്ഞു തന്നെ ചിരിച്ചത്. അവളുടെ ആ ചിരി കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. നല്ല നീണ്ട മുടിയായിരുന്നു, ഒരുപാട് മുടിയുണ്ടായിരുന്നു പെണ്ണിന്. ഇതൊക്കെ പൊഴിഞ്ഞിരിക്കുന്നു. നിനക്ക് മുടിയൊക്കെ പോയല്ലോ. ആ, ഇങ്ങനെ പോയാൽ ഞാൻ കഷണ്ടിയാവും. അവൾ ചിരിച്ചു. അവൾ നേരെ അടുക്കളയിലേക്കാണ് പോയത്. അമ്മയെ കെട്ടിപ്പിടിച്ചു. ഒരുപാട് സംസാരിച്ചു രണ്ടാളും. വർത്തമാനം പറയുന്നതിനിടയിൽ അവൾ എന്നെയും നോക്കുന്നുണ്ടായിരുന്നു. അവളെ തന്നെ കണ്ണിമയ്ക്കാതെ ഞാൻ നോക്കി നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ കുഞ്ഞുകൂടി ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഇവൾക്ക് ഇത്രയും ഭംഗി വരില്ലായിരുന്നു. പണ്ടത്തെ ആ കോലം ഞാനൊന്ന് ഓർത്തു. മെലിഞ്ഞൊട്ടിയിരുന്ന പെണ്ണ. കല്യാണത്തിന്റെ സമയത്തും അങ്ങനെയൊക്കെ തന്നെ. ഏട്ടന്റെ കരവിരുതാണ് ഈ കാണുന്നതൊക്കെ. അളിയൻ കുറച്ചൊന്നുമല്ല ഏതായാലും കഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. മനസ്സിലതോർത്തപ്പോൾ എനിക്കൊരു ചിരിയും അയാളോടൊരു അസൂയയും തോന്നി. നീ എന്താ സ്വപ്നം കണ്ട് ചിരിക്കാണോ? അവൾ വന്നെൻ്റെ തലയിൽ കിഴക്കുമ്പോഴാണ് എനിക്ക് ബോധം വരുന്നത്. മാമ എന്ന് വിളിച്ചുകൊണ്ട് കുട്ടികൾ രണ്ടു അപ്പോൾ എൻ്റെ പിന്നാലെ എത്തിയിരുന്നു. പിന്നീട് സമയം പോയതറിഞ്ഞില്ല. അവരോടൊപ്പമായി എൻ്റെ കളികളൊക്കെ. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. എടാ, നീ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വാ. ലേറ്റാക്കണ്ട, വേഗം വേണം. അത് ഞാൻ വാങ്ങി നോക്കി. മീനും ചിക്കനും എന്ന് വേണ്ട, മസാലക്കൂട്ടും പച്ചക്കറികളും എല്ലാം ഉണ്ട്. അത് ശരി, അപ്പൊ ഈ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നോ? അപ്പൊ ചേച്ചിയും പിള്ളേരും വന്നില്ലായിരുന്നെങ്കിൽ ഞാനിന്ന് പെട്ടുപോയനല്ലോ. പട്ടിണി ആകുമായിരുന്നു അമ്മേ. അമ്മ ചിരിച്ചു. പോയി മേടിച്ചോണ്ട് വാടാ, നിന്ന് കിന്നരിക്കാതെ. അത് പറയുമ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. ബൈക്ക് സ്റ്റാർട്ടാക്കി വീടിന്റെ മുമ്പിൽ നിന്ന് ഒരു വളവിലേക്ക് വണ്ടിയെടുത്തതും പിന്നാലെ നിന്ന് ഒരു ശബ്ദം, ഉണ്ണി എന്നൊരു നീട്ടിവിളി. ഞാൻ നോക്കുമ്പോൾ ഒരു നൈറ്റിയാണ് ധരിച്ചിരിക്കുന്നത്. രേഖിച്ചിയാണത്. അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വരുവാണ്. എൻ്റെ പെണ്ണെ, ഇങ്ങനെ ഓടല്ലേ. അവളുടെ ഓട്ടം കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പരിസരം നോക്കാതെ ഒന്നും ഓർക്കാതെയാണ് അവൾ ഓടുന്നത്. മാക്സി ഇട്ടിട്ട് അവൾ ഓടുമ്പോഴുള്ള ഓട്ടം ഞാൻ പ്രത്യേകം പറയണ്ടല്ലോ. ദേഹം മുഴുവൻ ആടി ഉലയുന്നുണ്ട്. കുലുക്കി പറിച്ചിട്ടുള്ള അവളുടെ ഓട്ടം കണ്ടപ്പോൾ ഞാൻ കൗതുകത്തോടെ നോക്കി നിന്നു. എന്താടി ഇത്? നിനക്ക് നടന്നു വന്നാൽ പോരായിരുന്നു? എൻ്റെ അത്ഭുതം കണ്ടപ്പോഴാണ് അവൾക്ക് ജാള്യത മനസ്സിലായത്. അയ്യോ സോറി, അത് നീ വണ്ടിയെടുത്ത് എൻ്റെ വിളി കേൾക്കാതെ വേഗം പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ശരി, എന്താ വിളിച്ചേ? ദാ, ഇത് ഇളയവനുള്ള മരുന്നാണ്. ഒന്ന് വാങ്ങിയിട്ട് വരാവോ? നീ ഇനിയിപ്പോൾ പോയിട്ട് വന്നാൽ പിന്നീട് അത്രയും ദൂരം പോകാൻ ഇവിടെ വേറെ ആരാ ഉള്ളത്? അത് ശരിയാണ്, എൻ്റെ വീട് നിൽക്കുന്നിടത്ത് നിന്ന് ടൗണിലേക്ക് പോകാൻ നല്ല ദൂരമുണ്ട്. വല്ലപ്പോഴും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞാൻ കൊണ്ടുവരാറുള്ളൂ. ആ സമയത്ത് തന്നെ എല്ലാ ലിസ്റ്റ് എഴുതി ഒന്നിച്ച് വാങ്ങിക്കും. അതാണ് എൻ്റെ അമ്മയുടെ ശീലം. എന്തെങ്കിലും വിട്ടുപോയാൽ പിന്നെ ഒരാഴ്ച കഴിയണം അതൊക്കെ കിട്ടാൻ. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അവളുടെ കയ്യിൽ നിന്ന് ആ തുണ്ട് പേപ്പറും വാങ്ങി ഞാൻ യാത്ര തിരിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ അവൾ നടന്നു പോകുന്നുണ്ട് വീട്ടിലേക്ക്. എന്നാലും അവളുടെ ഓട്ടം, ആ ആടി ഉലയുന്ന സാധനങ്ങളൊന്നും എൻ്റെ കണ്ണിൽ നിന്ന് പോകുന്നില്ല. ഇവൾക്കിപ്പോ വന്നൊരു നാണമില്ലാതെ ആയോ? ഞാൻ മനസ്സിലോർത്തു. എങ്കിലും ദൈവം സഹായിച്ച് ചെറിയ രീതിയിലെങ്കിലും ഒരു കാഴ്ച കിട്ടിയല്ലോ. എനിക്കതിൽ സന്തോഷമില്ലാതില്ല. ലിസ്റ്റിൽ പറഞ്ഞ കൂട്ടങ്ങളെല്ലാമായിട്ട് ഞാൻ വീട്ടിലെത്തുമ്പോഴേക്കും കുട്ടിപ്പട്ടാളം ഹാജരായിരുന്നു. മാമ മിഠായി എന്ന് പറഞ്ഞ് എന്നെ വട്ടം പിടിച്ചു. ഇത് കരുതിക്കൂട്ടി തന്നെയാണ് കയ്യിൽ 2 ഡയറി മിൽക്ക് വാങ്ങിയിരുന്നത് അവർക്ക് കൊടുത്തതും. അടുക്കളയിലേക്ക് ചെന്ന് കയറിയ പാടും എൻ്റെ മിഠായി എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് അവൾ കൈ നീട്ടി. അവളുടെ കയ്യിലേക്ക് അവൾക്ക് ഇഷ്ടമുള്ള കിക്കാറ്റ് തന്നെയായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അവളുടെ കണ്ണിൽ വീണ്ടും സ്നേഹം വന്ന് നിറയുന്നത് ഞാൻ കണ്ടു. നീ ഒന്നും മറന്നിട്ടില്ലല്ലേ? എൻ്റെ മുടിയിലൂടെ അവൾ വിരലോടിച്ചു. അവൾക്ക് ഏറ്റവും ഇഷ്ടം കിക്കാറ്റ് തന്നെയായിരുന്നു. പണ്ട് ഗൾഫിൽ നിന്ന് ഞങ്ങളുടെ മാമനൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ ആര് തന്നെ വന്നാലും കിക്കാറ്റും സ്നിക്കേഴ്സും പല മിഠായികളും ഉണ്ടാവും. കിക്കാറ്റിൻ്റെ പേരിൽ ഞാൻ അടികൂടാറില്ല. അവൾക്കത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവൾക്ക് തന്നെ കൊടുക്കുമായിരുന്നു. ആ ഉദ്ദേശത്തിലാണ് ഇപ്പോൾ രേഖിച്ചി അങ്ങനെ പറഞ്ഞത്. നീ വലുതായി നിനക്ക് 2 പിള്ളേരായിന്ന് വെച്ച് എനിക്കങ്ങനെയെല്ലാം മറക്കാൻ പറ്റുമോ? അവളോട് തിരിച്ച് മറുപടി പറഞ്ഞ് ഓരോ കൂട്ടത്തിന് അമ്മയെ സഹായിച്ചു തുടങ്ങി ഞാൻ. അമ്മേ, ഇവനെ പിടിച്ച് കെട്ടിക്കണ്ടേ? ഇങ്ങനെ നിർത്താനാണോ അമ്മയുടെ പ്ലാൻ? അതിന് നീ തന്നെ പറ. നിന്റെ ആങ്ങളെ സമ്മതിക്കണ്ടേ? ഞാൻ ചിരിച്ചു. അതെ, എനിക്ക് കുറച്ചുകൂടെ പ്രായമാവണം.
ഈ 27 വയസ്സുള്ള എന്നെ കെട്ടിക്കാൻ നിങ്ങൾക്ക് എന്താ വിരുത്? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മതി. സമയമാകുമ്പോ ഞാൻ തന്നെ പറയാം. എന്താടാ, നിന്റെ മനസ്സിൽ വല്ല പെൺകുട്ടികളും ഉണ്ടോ? രേഖേച്ചി ചോദിച്ചു. എനിക്ക് എന്ത് പറയണമെന്നറിയില്ല. എന്നാലും ഞാൻ പറഞ്ഞൊപ്പിച്ചു. മനസ്സിലൊരു പെണ്ണുണ്ട്, പക്ഷെ അതിന് സാധ്യതയില്ല. അതെന്തു പറ്റി? അമ്മയാണ് ചോദിച്ചത്. ആ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് അതിന് നടക്കില്ലല്ലോ. നമുക്ക് വേറെ തന്നെ നോക്കണം. സമയമാവട്ടെ. രേഖേച്ചിയെ പറ്റി തന്നെയാണ് ഞാൻ പറഞ്ഞത്. രണ്ടുപേർക്കും ഞാൻ തുമ്പും വാലുമില്ലാതെ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായില്ല. നന്നായി, മനസ്സിലാവണ്ട. അത്രയെങ്കിലും പറഞ്ഞൊപ്പിക്കാൻ പറ്റിയല്ലോ എന്നോർത്ത് ചിരിച്ചുകൊണ്ട് ഞാൻ മുറിയിലേക്ക് പോയി. കുറെ സമയം കഴിഞ്ഞു. ഭക്ഷണമൊക്കെ റെഡിയായി. ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ച് തന്നെ കഴിച്ചു. കടയിൽ നിന്ന് പോന്നു വരുമ്പോഴേക്കും വീട്ടിലെത്തുന്നതിന് മുന്നേ ഒച്ചയും ബഹളവും കേട്ടിരുന്നു. കുട്ടികളുടെ ബഹളവും രേഖേച്ചിയുടെ പൊട്ടിച്ചിരിയും. അല്ലെങ്കിലും പണ്ട് തൊട്ടേ അങ്ങനെയാണ്. അവളുണ്ടെങ്കിലേ വീടുണരുകയുള്ളൂ. ഒച്ചയും ബഹളവും സംസാരവും ഒക്കെയായി നല്ല രസമാണ്. ഞാനൊരു ഇൻട്രോവേർട്ട് ടൈപ്പാ. അധികം സംസാരിക്കില്ല. ഒരുപാട് കൂട്ടുള്ളത് അമ്മയോട് മാത്രമാ, പിന്നെ അവളോടും. അവളങ്ങനെയല്ല കേട്ടോ. ആ നാട്ടിലുള്ള എല്ലാവരുമായി നല്ല പരിചയമുണ്ട്. ഒരുപാട് കൂട്ടുകാരുമുണ്ട്. എല്ലാവരോടും വർത്താനം പറഞ്ഞ് കലപില എന്നാണ് അവളുടെ നടപ്പ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ കുട്ടികളും. കുറെ ദിവസമായി ഉറങ്ങിക്കിടന്ന വീട് ആകെപ്പാടെ ഉണർന്ന് ഒന്ന് ബഹളമായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് ഉച്ചമയക്കത്തിന് കയറി എല്ലാവരും. അമ്മയുടെ ഒപ്പമാണ് കുട്ടികൾ. രേഖേച്ചിയും മുറിയിലേക്ക് പോയിട്ടുണ്ട്. ഞാനും ഫോണിൽ തോണ്ടി കിടക്കുന്ന സമയത്താണ് ഉണ്ണി ഒന്നിങ്ങ് വന്നേ എന്ന അമ്മയുടെ നിലവിളി കേൾക്കുന്നത്. പേടിച്ചു പോയി ഞാൻ. ഫോൺ നിലത്തേക്കിട്ട് ചാടി എഴുന്നേറ്റ് കതക് തുറന്നൊരോട്ടം. നോക്കുമ്പോൾ അടുക്കളയിലാണ്. എന്തു പറ്റി എന്ന് പറഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ആ സ്റ്റാൻഡ് പോലെയുള്ള ഏണിയിൽ കയറി നിൽക്കുകയാണ് രേഖേച്ചി. അവിടെയുള്ള ഒരു ബൾബ് കേടായിരുന്നു. അവളത് മാറ്റാൻ വേണ്ടി കയറിയതാ. അതിനിടയിൽ അവളുടെ കാലൊന്നും അടങ്ങിയിരിക്കുന്നു. നല്ല വേദന. നന്നായി ഇപ്പൊ പിടിച്ചില്ലെങ്കിൽ ഉരുണ്ട് ചിലപ്പോ താഴേക്ക് വീടാനും മതി. നോക്കി നിൽക്കാതെ പിടിക്കടാ, നീ എന്താ ആലോചിക്കുന്നേ? അതും പറഞ്ഞ് അമ്മ എന്നെ വഴക്കിട്ടു. നീ ഇതെന്ത് പാടാ കാണിക്കുന്നേ? എന്നോട് പറയാറുന്നില്ലേ? പിടച്ചു ഇതിന്റെ മണ്ടയ്ക്കൊക്കെ വലിയേറി ഉരുണ്ട് വീണിരുന്നെങ്കിലോ? വായിൽ തോന്നിയ ചീത്ത മുഴുവൻ വിളിച്ചുകൊണ്ട് അവളെ ഞാൻ താങ്ങി പിടിക്കാൻ നോക്കി. എങ്ങനെ പിടിക്കണമെന്ന് എനിക്കൊരു ഏല് കിട്ടുന്നില്ലായിരുന്നു. അപ്പോഴേക്കും വേദന കടുത്തിട്ട് അവളുടെ മുഖമൊക്കെ ആകെ മാറിയിരുന്നു. എനിക്ക് സഹിക്കുന്നില്ല. അവൾക്ക് വേദനിച്ചാൽ എനിക്ക് പിന്നെ സമാധാനം ഉണ്ടാവില്ല. വാ ഇറങ്ങ്. ഞാൻ കൈ ചരിച്ചു പിടിച്ചു. എൻ്റെ കൈയിലേക്ക് ഒരു കുഞ്ഞിനെ പോലെ അവൾ ചാരി വീണു. ഒരുപാട് വെയിറ്റൊന്നുമില്ല. ഞാൻ താങ്ങിയെടുത്തു. നടന്നു പോകാമെന്ന് അവൾ പറഞ്ഞിട്ടും ഞാൻ സമ്മതിച്ചില്ല. കാലിൽ നീര് വീഴും. ബാ. ഞാൻ അങ്ങനെ തന്നെ എടുത്ത് അവളെ മുറിയിലെ കട്ടിലിൽ കൊണ്ടുപോയി ഇരുത്തി. ഞാൻ കുഴമ്പെടുക്കട്ടെ, ഇപ്പൊ തന്നെ ഒഴിഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ നീര് വീഴും. ഇതും പറഞ്ഞ് അമ്മയുടെ മുറിയിലേക്ക് കുഴമ്പ് തരാനായി പോയി. അകത്തേക്ക് ഞാൻ കട്ടിൽ അവളെ കിടത്തി. മുഖം തിരിയുമ്പോഴേക്കും അവളെന്നെ വിളിച്ചു. ഉണ്ണി. എന്തേ? ഇവിടെ ഇരിക്കെ. ഞാൻ അവളുടെ അരികിലായി കട്ടിലിരുന്നു. ചേച്ചിക്കൊന്നുമില്ലാട്ടോ, നീ പേടിക്കണ്ട. ഞാൻ പോലും അറിയാതെ എൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകിയിരുന്നു. അത് കണ്ടിട്ടാണ് അവൾ അത്രയും പറഞ്ഞത്. നിനക്കെന്ത് ഇഷ്ടാടെ എന്നോട്? ചേച്ചീനോട് ഒരു തരുമ്പ് പോലെ സ്നേഹം നിനക്ക് കുറഞ്ഞിട്ടില്ലല്ലേ ഇതുവരെ? ചെറുപ്പത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അവൾക്ക് എന്തെങ്കിലും വന്നാൽ അവളിലും മുന്നേ ഒച്ചയും ബഹളവും ഉണ്ടാക്കി കരയുന്നത് നിലവിളിക്കുന്നത് ഞാനാണ്. ഒരുപക്ഷെ ആ ഓർമ്മകളിലേക്ക് അവൾ തിരിച്ചു പോയിരിക്കാം. എൻ്റെ കണ്ണുകൾ അവൾ തുടച്ചു തന്നു. അവളുടെ ആ കയ്യിൽ പിടിച്ച് ഞാൻ അതിലേക്ക് മുഖം ചേർത്ത് അല്പസമയം കിടന്നു. അപ്പോഴേക്കും അമ്മ അങ്ങോട്ട് എത്തിയിരുന്നു. എടാ, കുട്ടികൾ ഉണർന്നെന്ന് തോന്നുന്നു. നീ അങ്ങോട്ടേക്ക് ചെല്ല്. ഞാൻ ഇവൾക്ക് കുറച്ച് കുഴമ്പിട്ട് കൊടുക്കട്ടെ. ആ ശരി അമ്മേ. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും അവളുടെ കാലിൽ അമ്മ ഉഴിച്ചിൽ തുടങ്ങിയിരുന്നു. നീറ്റലുണ്ട്. നന്നായി അവൾ ഒച്ചയുണ്ടാക്കുന്നുണ്ട്. പാവം, ഒരുപാട് വേദനിച്ച് കാണും. ഓടിച്ചാടി നടക്കാനായിട്ട് പറ്റില്ല ആവോ. കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. അപ്പോഴേക്കും അമ്മയുടെ സംസാരം പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. നീ ഇതല്പം കയറ്റി വെച്ചേ. മുകളിലേക്ക് നീരുണ്ടല്ലോ. ആ അമ്മേ, മുകളിലേക്കുമുണ്ട്. മുകളിലോ? അത് പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഞാനവിടെ നിന്നു. ജനല് പകുതി തുറന്നു കിടക്കുകയാണ്. അതിന് സൈഡിലൂടെ ഞാൻ അകത്തേക്ക് നോക്കി. അതെ, ചെറിയ രീതിയിൽ കാഴ്ചകൾ കാണാം. നൈറ്റിയുടെ തുമ്പ് താഴെ നിന്ന് മടക്കി
മുകളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മുട്ടിന് താഴെ വരെ കാണാം. അമ്മ വീണ്ടും അത് ഉയർത്തുകയാണ്. നെഞ്ചിടിപ്പോടെ ഞാൻ അവിടെ അത് നോക്കി നിന്നു. അല്പസമയം കൊണ്ട് ഞാൻ ഒരുപാട് കാണാൻ കൊതിച്ച പല കാഴ്ചകളും എൻ്റെ മുമ്പിൽ വിരിഞ്ഞു. ആസ്വദിച്ച് കണ്ണും മനസ്സും നിറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ ഒളിഞ്ഞു നോക്കിയത്. കയ്യിൽ നിറച്ച് കുഴമ്പെടുത്ത് അമ്മ നന്നായി തന്നെ അവൾ കുഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. അമ്മയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ തോന്നിപ്പോയി. അവളുടെ ആ പഞ്ഞിക്കെട്ടുകളിൽ കാലുകളിൽ നന്നായി അമ്മ ഒഴിയുമ്പോഴേക്കും പല സ്ഥലത്തും വേദന കൊണ്ട് അവൾ ഞരങ്ങുന്നുണ്ടായിരുന്നു. ആ വേദന കാണുമ്പോൾ എനിക്ക് സങ്കടം വന്നു. എന്നാൽ കണ്ണുകൾ താഴേക്ക് പായിക്കുമ്പോൾ എനിക്ക് വേറൊരു മൂടായിരുന്നു. രക്തത്തിന് ചൂട് പിടിക്കുന്നത് പോലെ. അല്പസമയം കൂടെ അവിടെ നിന്നാൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ എനിക്ക് തോന്നിപ്പോവും. മനസ്സിന് കടിഞ്ഞാനിടാൻ പറ്റുന്നില്ല. ഓടി ഞാൻ മുറിയിലേക്ക് കയറി കഥ കടച്ചു. എൻ്റെ നെഞ്ച് പടപടാ ഇടിക്കുകയാണ്. രേഖേച്ചിയോട് ഒരുപാട് പ്രണയമുണ്ടെങ്കിലും ഇതുവരെ അതിൽ ഞാൻ മറ്റൊന്നും കലർത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ ആ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം. ഹരിതാത്തതാണോ ഈശ്വര ഞാൻ ഈ ചിന്തിക്കുന്നത്? അല്ല, അവളോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടല്ലേ. ഞാൻ മനസ്സിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അപ്പോഴേക്കും അമ്മ ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. ആ ജനൽപ്പാളിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടക്കുമ്പോൾ ഇടയ്ക്ക് നോക്കാറുണ്ട്. അവളിപ്പോൾ ചരിഞ്ഞു കിടക്കുകയാണ്. അവളുടെ ആ ഒതുങ്ങിയ അരക്കെട്ടും വിരിഞ്ഞു നിൽക്കുന്ന പിന്നാമ്പുറവും വീണ്ടും എൻ്റെ മനസ്സിൽ മറ്റു പല ചിന്തകളുമാണ് ഉയർത്തിത്തന്നത്. ആ മെലിഞ്ഞ പെണ്ണിൽ നിന്ന് പ്രകൃതി എന്തൊക്കെ മാറ്റങ്ങളാണ് അവൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അത് പിന്നെ ഞാനും അങ്ങനെ തന്നെയല്ലേ. ഞങ്ങളുടെ അച്ഛൻ നല്ല മെലിഞ്ഞ ശരീരപ്രകൃതിയാണ്. അമ്മ പക്ഷേ അങ്ങനെ അല്ലാട്ടോ. ചെറുപ്പത്തിൽ ഞങ്ങൾ രണ്ടുപേരും അച്ഛൻ്റെ ശരീരപ്രകൃതിയായിരുന്നു. വലുതായി പ്രായമായപ്പോഴേക്കും അമ്മയെപ്പോലെ ആയി. അത്യാവശ്യം പൊക്കവും തടിയുമൊക്കെയുള്ള നല്ലൊരു യുവാവായി ഞാൻ. അതുപോലെയാണിപ്പോൾ അവളും. തുടുപ്പും കൊഴുപ്പുമുള്ള ഒരു മാദക സുന്ദരി. എപ്പോഴും മുടി പെടഞ്ഞാണ്ടിടുക. ആ പെടഞ്ഞ മുടി അവളുടെ അരക്കെട്ടിൽ ചുറ്റി കിടക്കുന്നുണ്ട്. കൊതിയോടെ തന്നെ ഞാൻ അല്പസമയം അവിടെ നോക്കിയിരുന്നു. എൻ്റെ കണ്ണുകൾ അവളുടെ ഓരോ അളവും എടുക്കുകയായിരുന്നു. ഹരിതാത്തൊന്നും ചിന്തിക്കല്ലേ ഈശ്വര എന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ കണ്ണ് അനുസരണക്കേട് കാണിച്ചിരുന്നു. അമ്മ അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ പറയുമ്പോഴേക്കും ചിന്തയിൽ നിന്നുണർന്ന് ഞാൻ വേഗം അവിടെ നിന്ന് മുങ്ങി. അമ്മ ഇത് കണ്ടാൽ പിന്നെ അത് മതി. അവളെപ്പറ്റി എനിക്കിപ്പോൾ ഓർത്തിട്ട് ഉറക്കമില്ലാതെയായി. എങ്ങനെയായിരിക്കും ഇതിനൊരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക? അവളോട് എനിക്ക് കൂടുതൽ അടുക്കണം. ഇല്ലെങ്കിൽ എൻ്റെ മനസ്സിന് ഒരു സ്വൈര്യവും ഉണ്ടാവില്ല. എനിക്ക് ആദ്യമുണ്ടായിരുന്ന പ്രണയം മാറി ഇപ്പോൾ അവളോട് അടങ്ങാത്ത കൊതിയാണ്. ഈ ആസക്തി അടയ്ക്കാൻ എനിക്ക് എന്തെങ്കിലും കിട്ടിയേ തീരൂ. അതിനുള്ള വഴി ആലോചിക്കാൻ ഞാൻ തുടങ്ങി. അതിനെപ്പറ്റി അടുത്ത കഥയിൽ ഞാൻ പറയാട്ടോ. എന്നെയും എൻ്റെ രേഖേച്ചിയെയും ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വരാം ഞാൻ. ബൈ ബൈ.